പത്തനംതിട്ട മൈലപ്ര കൊലപാതകത്തിൽ നിർണായക തെളിവായ സിസിടിവി ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തു. അച്ചൻകോവിൽ ആറ്റിൽ നിന്നുമാണ് പോലീസ് സിസിടിവി ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, നിർണായകമായ തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആറ്റിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പോലീസ് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? അതിനാൽ തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മൈലപ്പുറ വ്യാപാരിയിലെ കൊലപാതകത്തിലെ ഇപ്പോൾ കോടതിയിൽ തന്നെ ഏറ്റവും നിർണായകമാകുന്ന ഒരു തെളിവ് തന്നെയാണ് ഈ ഹാർഡ് ഡിസ്ക്. കൊലപാതക ശേഷം ഹാർഡ് ഡിസ്കുമായാണ് പ്രതികൾ ആദ്യം മുങ്ങിയിരുന്നത്. പിന്നീട് ഏറെ സാഹസികമായാണ് തമിഴ്നാട്ടിൽ നിന്ന് സുബ്രഹ്മണ്യം, മുരുകൻ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികളെ പോലീസ് കീഴടക്കിയത്. ഒരു മൽപ്പിടുത്തൽ കൂടെ തന്നെയായിരുന്നു. ഏറെ നിർണായകമായ അന്വേഷണം തന്നെയായിരുന്നു. ഇതിൽ ഈ ഹാർഡ് ഡിസ്ക് നിർണായകമാകുന്നത് ഈ സംഭവത്തിന് മറ്റ് ദൃക്സാക്ഷികളില്ല തന്നെ. പോലീസിന് ഒരു സാക്ഷി ഉണ്ടെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട്. ആ സാക്ഷിയെപ്പറ്റി, ഈ കൊലപാതകത്തിന് സാക്ഷി എന്നല്ല, കൊലപാതകവുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുണ്ട്. പക്ഷെ ആ സാക്ഷികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. എന്നാലും ഈ കൊലപാതകം നടക്കുമ്പോൾ ഈ മുറിക്കുള്ളിൽ അടച്ചിട്ട വ്യാപാര സ്ഥാപനത്തിനുള്ളിലാണ് കൊലപാതകം നടക്കുന്നത്. ഈ സമയത്ത് ഈ CCTV ദൃശ്യങ്ങൾ സ്വാഭാവികമായി ഹാർഡ് ഡിസ്കിൽ പതിഞ്ഞിട്ടുണ്ടാകാം. ഇത് മുന്നിൽ കണ്ട തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായി ഈ കൊലയാളികൾ CCTV ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയായിട്ടാണ് ഈ കൊലപാതകം നടത്തിയ ശേഷം അവർ മുങ്ങിയിരുന്നത്. ഇത് വലഞ്ചുഴി ഭാഗത്താണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസിൽ ഏറെ നിർണായകമായി മാറും ഈ ഹാർഡ് ഡിസ്ക്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുമായി മുങ്ങിയെന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെ എത്തുക, ഈ മോഷണ ശ്രമമാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് നയിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ പ്രതികളെ പോലീസ് പിടിക്കുകയും അതിൽ നിന്ന് പോലീസിന് കിട്ടിയ കൃത്യമായ വിവരം ഇത് അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത് അതിൽ തന്നെ പത്തനംതിട്ട SP കൊലപാതകം നടക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സാഹചര്യങ്ങൾ വെച്ചത് ഈ കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണിയുടെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിരുന്നു. ഇത് മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകം തന്നെ ആകാമെന്ന് പത്തനംതിട്ട SP ആദ്യം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഇത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേസ് തെളിയിക്കുമ്പോഴും അതുതന്നെയാണ് കാരണവും അതുതന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതികൾ തെളിവുകൾ, അതായത് ഈ കേസിൽ സമീപത്തെ കടകളിൽ CCTV ദൃശ്യങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒടുവിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണ മികവിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേസ് തെളിയിക്കുന്നതും പിന്നീട് തമിഴ്നാട്ടിലെത്തി ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. അതിന്റെ എല്ലാം ചോദ്യം ചെയ്യലിന്റെ എല്ലാം ഭാഗമായി തന്നെയാണ് പോലീസ് ഇന്ന് വലഞ്ചുഴി ഭാഗത്തെ ഇതിന്റെ ഈ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ കണ്ടെടുക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു തെളിവ് പ്രതികളെ കണ്ടെടുത്തെങ്കിൽ പോലും ഏറ്റവും നിർണായകമായ ഒരു തെളിവായി മാറും ഈ CCTV ദൃശ്യങ്ങൾ. കാരണം ഈ കൊലപാതകം ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങൾ ആ സമയത്ത് CCTV അന്ന് പ്രവർത്തനക്ഷമമാണെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ ഈ CCTVയുടെ ഹാർഡ് ഡിസ്കിലുണ്ടാകാം. ഈ ഹാർഡ് ഡിസ്ക് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ ഇത് മോഷ്ടിക്കുകയും അങ്ങനെ തെളിവ് പൂർണ്ണമായും നശിക്കപ്പെട്ടു എന്ന വിശ്വാസത്തിലാണ് പ്രതികൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയിരുന്നത് അല്ലെങ്കിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണ മികവിന്റെ ഭാഗമായി തന്നെ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കേസിൽ മൈലപ്രയിലെ കൊലപാതകം. പ്രത്യേകിച്ച് ദൃക്സാക്ഷികളോ കാര്യമായ തെളിവുകളോ ഒന്നും തന്നെ ആദ്യം ലഭ്യമായിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണം, ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. അവരെ പിടികൂടുകയും അതിന് 3 പ്രതികളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സുബ്രഹ്മണ്യം, മുരുകൻ ഉൾപ്പെടെയുള്ള ആളുകളെ പിടികൂടി. ഇതിനെ പോലീസ് ഒരേ സംഭവ സ്ഥലത്തെടുത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിൽ നടക്കുമ്പോൾ ഈ ജോർജ് ഉണ്ണിയുടെ മകൻ അവിടെ എത്തുകയും പോലീസിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കാരണം 8 ദിവസത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ പോലീസ് പിടികൂടുന്നു. ഈ വളരെ പെട്ടെന്ന് വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു മോഷണമായതുകൊണ്ട് തന്നെ ഈ ആരാണ് നടത്തിയെന്ന കൃത്യമായ തെളിവുകൾ അവശേഷിപ്പിക്കാതെ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഈ മോഷ്ടാക്കൾ ഈ മോഷണം നടത്തുകയും അതിന്റെ മോഷണ ശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം ഉണ്ടാവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോർജ് ഉണ്ണിയെ സംബന്ധിച്ചോളം അങ്ങനെ ശത്രുക്കളോ അങ്ങനെ നാട്ടിൽ അത്തരത്തിൽ ആളും തന്നെ ഇല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും പോലീസ് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടി ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകാൻ സാധ്യതയുള്ള CCTVയുടെ ഹാർഡ് ഡിസ്കും കണ്ടെത്തിയിരിക്കുന്നു. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.